2 ദിവസമായിട്ട് നമ്മുടെ കോവിഡ് ചെക്കനെ കാണാനില്ല. അതെയാ? അവൻ എവിടെ പോയിരിക്കുക? ആവോ 2 ദിവസം മുമ്പ് ആ പിള്ളേരെ ഞാൻ ആൽത്തറയിൽ കണ്ടതായിരുന്നല്ലോ. ഇതാരോ പറഞ്ഞു കോവിഡ് പണിയെടുത്തി അവിടെ നെഞ്ചടി നെല്ലുള്ളിയാ. ഈ പിള്ളേരുടെ ഒരു കാര്യം ഇവരുടെ കൂടെയല്ലേ അവൻ നടന്നിരുന്നേ? ഇങ്ങോട്ട് വന്നേ. ചായ കുടിച്ചു പോടാ. വേണ്ട ചേട്ടാ, ഇപ്പൊ കുടിച്ചിട്ട് ഇറങ്ങിയുള്ളോ. അല്ലടാ, നിങ്ങളുടെ കൂട്ടുകാരനെ 2 ദിവസമായിട്ട് കാണാനില്ല എന്ന് പറയണ്ടല്ലോ. എവിടേക്കാ മുങ്ങിയേ? അവനെ ഏതൊരു ചുറ്റിക്കളി തോന്നണേ. അതെന്ത് ചുറ്റിക്കളിയടാ? ഏതൊരു പെണ്ണ് സെറ്റ് ആണെന്ന് കേട്ടെ. വിദേശിയാ, നല്ലൊരു ഡേറ്റിംഗ് സെറ്റ് ആയി കഴിഞ്ഞാൽ അവരൊന്ന് കറങ്ങിട്ട് വരാന്നാ പറഞ്ഞിരുന്നെ. അങ്ങനെ പോയതാവും. ഡേറ്റിംഗാ? അതെന്തൊരു സാധന? അതൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഏത് ലോകത്താ ജീവിക്കണേ. എടാ എന്ത് തേങ്ങി അവർക്ക് വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൂട്ടരേ. ചേട്ടാ, മോന്റെ വല്ല വിവരം അറിഞ്ഞോ ചേട്ടാ? ചേട്ടാ, നീയല്ലടാ പറഞ്ഞേ ബാബു അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ കറങ്ങി 2 ദിവസം കഴിഞ്ഞ വരുന്ന്. ഒരു സൂചനയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്ത് സൂചന? അവൻ പോയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. മണ്ടൻ, നീ ഇപ്പോഴും ഇവൻ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക. സ്വന്തം കൂട്ടുകാരനെ കുറിച്ച് ഇങ്ങനെ കല്ല് വെച്ച് നുണ പറയരുത്. അവനെന്താ പറ്റിയുണ്ട്? ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറയാത്തത്. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. നീ പറയേ. അവൻ നാട് വിട്ടു പോയി മക്കളെ. ഇനി അവൻ തിരിച്ചു വരില്ല. ഞാൻ പോവാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാണ്ട്. ആരെ? അതൊക്കെ ഉണ്ട്. നിക്കടാ, ഞാനുണ്ടാ. ഇവന്റെ തള്ളി ചേർ നിർത്തറയില്ലേ? ബാബുവിന് എന്താ പറ്റിയുണ്ട്? അന്വേഷിക്കണം അത്. കുമാരേട്ടാ ഒരു സ്ട്രോങ് ചായ. ആവാലോ. എന്തപ്പത് കഥ? എന്ത്? ഒരുത്തന്നെ കാണാതെ ഒരാഴ്ചയായി. അടുത്തത് അതാരാ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ സുലൈമാന്റെ ചക്കൻ സൈഫ്. അതെന്നാ? മിനിഞ്ഞാന്ന് ഇടയ്ക്ക് ഈ പേപ്പറൊക്കെ എടുത്ത് ഒന്ന് മറിച്ചു നോക്കിക്കൂടെ കുമാരേട്ടാ? എവിടെയാ നേരം? ചെക്കന്മാര് 2 ദിവസം മുമ്പ് ഇവിടെ വന്നല്ലേ? അല്ലപ്പ മറ്റേ ചെക്കന്മാരോ? അവരോട് ചോദിച്ചറിയില്ലേ? അത് ചോദിക്കുന്നവര് ചോദിച്ചോളൂ. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ? അല്ലെങ്കിൽ ആ പിള്ളേരെ പോക്കത്ര വണ്ടിയല്ല. എനിക്ക് നല്ല പേടിയാവുണ്ട് കേട്ടാ. ഒരുത്തനെ കാണാനായിപ്പോ നീ പറഞ്ഞു വിദേശ പെണ്ണിന്റെ കൂടെ കറങ്ങാൻ പോയിന്ന്. സേഫ് എവിടേക്കാണോ പോയേ? ഇനിയെങ്കിലും സത്യം പറ. ബാബും സേഫ് എവിടെയാ? നിനക്ക് എന്തെങ്കിലും അറിയോ? അത് ഇനിയെങ്കിലും സത്യം പറയേ. സത്യം പറഞ്ഞാ എനിക്കറിയില്ല. അപ്പൊ നീ അന്ന് പറഞ്ഞതൊക്കെയോ? ഞാൻ അവരുടെ മുമ്പിൽ ആളാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. ആള് വിളിക്കണ്ട്. ആൾക്ക് വേണ്ട. നീ ഉള്ളു പടക്കണ മക്കളെ, വാ. വാ മക്കളെ, വാ 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 വാ. ഉള്ളം തിളച്ച് മറിയണില്ലേ? ഉൾപ്പാട് ചെയ്തുള്ള ദുഷ്കൃതത്തിൻ ഫലം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതന്നെ സാറേ വീട്. പോയി നോക്ക്. വീരോളിക്കാട് ഡേവിസിന്റെ വീടാണോടാ? അതെ. വിളിക്ക്. അപ്പൻ ജോലിക്ക് പോയി വെക്കുക. അമ്മയോ? അമ്മ പള്ളിക്ക് പോയി കൊടുക്കുക. പിള്ളേര് മാത്രമേ സാറേ. നീ ആരാ? മകനെ. നിന്റെ പേരെന്താ? ബിജോയ്. അതാരാ? കൂട്ടുകാരനെ. എന്താണ് ഒരു കള്ളത്തരം? ഒന്നുമില്ല സാറേ. വേറെ ആരാ? ആരുമില്ല സാറേ. കയറി നോക്ക്. സാർ അകത്ത് വല്ല മരുന്ന് പണിയുണ്ടാ? ഇല്ല സാറേ. ഡാ, നീ ഇവിടെ നിൽക്ക്. നീ ബാബുവിനെ അറിയോടാ? ഏത് ബാബു? നിനക്ക് ഏതൊക്കെ ബാബുവിനെ അറിയാം? കുണ്ടിലങ്ങാടിയിലെ അവൻ ഞങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. ആയിരുന്നു. ഇപ്പോഴോ? കുറച്ചു ദിവസം അവനെ കാണാറില്ല സാറേ. പിന്നെ അവിടെ പോയി? അറിയില്ല സാറേ. അതെന്താ? നിനക്കോടാ? അറിയില്ല. അകത്തൊന്നും ആരുമില്ല സാറേ. പേരൻസ് വന്ന ഉടനെ നിങ്ങളെ കൂട്ടി സ്റ്റേഷനിലേക്ക് വരാൻ പറയട്ടാ. എന്തിനാ സാറേ? നിനക്കറിയില്ലല്ലോടാ. നിന്നോട് ഇനി വേറെ പറയണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് മുങ്ങാനുള്ള പരിപാടി ആണെങ്കിൽ പോലീസ് നമ്മളെ തൽക്കാലം പറഞ്ഞു വിട്ട് നോക്കണ്ട. എപ്പോൾ വിളിച്ചാലും ചെല്ലണം എന്നല്ലേ? ഈ പോലീസുകാർക്ക് ഇപ്പൊ നമ്മളെ സംശയം. ആരോടെ ഒരു അക്ഷരം പറയാണ്ട് എവിടെ പോയി വന്മാര്? ഹലോ ഗൈസ്. ഹായ്. ഹലോ. ഹായ്. ആരാ? മനസ്സിലായില്ല. സുഖല്ലേ? സുഖം. സുഖിച്ചങ്ങനെ ജീവിക്കാന്ന് കരുതി അല്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്നെ അറിയില്ലേ? ഐ ആം ഡെറിക്. അറിയില്ല? എന്നെ അറിയില്ലെങ്കിലും എൻ്റെ പെങ്ങളെ നീ അറിയും. ഇവനെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തതാ. പക്ഷെ നിന്റെ മുഖം എനിക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോ ഓക്കെ. ടെറി പ്ലീസ്, ഞങ്ങളുടെ അബദ്ധത്തിൽ പറ്റിപ്പോയതാ. ഞങ്ങൾ ആദ്യമായിട്ട് അന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നത്. പ്ലീസ് ഒന്നും ചെയ്യരുത്. പ്ലീസ് ഒന്നും ചെയ്യരുത്. അന്ന് ഇതിലും ദയനീയമായി ഞാൻ കെഞ്ചി പറഞ്ഞതല്ലേ ഫിജോ? അന്ന് നിങ്ങളെന്ത് ചെയ്തു? പ്രത്യേകിച്ച് ഇവൻ എൻ്റെ കൊച്ചു പെങ്ങളെ എൻ്റെ കൺമുമ്പിലിട്ട്. തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചാലും ക്ഷമിക്കില്ലടാ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ.
ബിജോയ് എന്താ ചെയ്യണ ബിജോയ്? അതേടാ ഞാനാടാ നിന്റെ കിളിന്ത് പെങ്ങളാണ്. ഇവർക്കെല്ലാം ഡ്രഗ്സ് കൊടുത്ത് ഇതെല്ലാം ജീവിച്ചത് ഞാനാടാ. എടാ ബിജോയ് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചാ? അതേടാ ഭ്രാന്താ. നിന്റെ ആ കൊച്ചു പെങ്ങളെ പിച്ചീന്തിയത് ഞാനാ. അവളുടെ ആ കരച്ച്, ആ ചോരയുടെ മണം. അയ്യോ പ്ലീസ്, അയ്യോ പ്ലീസ് പ്ലീസ്. സോറി ഫിജോ. ಬಂದದ